ഹായ്, നമ്മുടെ 10th പ്രിലിംസ് സ്റ്റേജ് 1 അനാലിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിൽ ഒത്തിരി ചോദ്യങ്ങൾ നമ്മുടെ ഉണ്ടായിരുന്നു എന്നുള്ള കമന്റുകൾ ഞാൻ കണ്ടു. മാരത്തോണിൽ ശരിയാണോ? കമന്റ് താഴെ പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിന്റെ ഒരു അനാലിസിസ് നടത്താം. ഒരു കീ ഇതിൽ എന്ത് മിസ്റ്റേക്സ് ഉണ്ടെങ്കിലും നമ്മൾ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്യുന്നതായിരിക്കും. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഹാങ് കാങ്ങിനെ കുറിച്ചിട്ടുള്ള പ്രസ്താവന ശരിയായിട്ടുള്ളത് ഈ കൂട്ടത്തിൽ ഏതാണ്? ഈ കൂട്ടത്തിലെ എല്ലാം ശരിയാണ് കേട്ടോ. താഴെ പറയുന്ന പോലെ ശരിയായ ജോഡി കണ്ടെത്തുക. അപ്പം നോക്കിക്കേ, ഇതിൽ തെറ്റായിട്ടുള്ളത് ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റ് ആയി എന്നുള്ള വർഷമാണ്. അത് 1924 അപ്പൊ 1, 2, 4 വരും. 1, 2, 4 അതിൽ വരുന്നത്. അതൊക്കെ അല്ലേ. ഇനി അടുത്തത്, സ്വാതന്ത്ര്യ സമര കാലത്ത് മലബാറിൽ പ്രസിദ്ധീകരിച്ച അൽ അമീൻ നമ്മൾ മാൻ മീൻ എന്ന് വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ഇതിൽ സ്റ്റേറ്റ്മെന്റ് കൂടുതൽ ചോദിച്ചിട്ടുള്ളത് എന്റെ ഒരു ഇതിൽ പ്രിലിംസ് എഴുതാൻ പോകുന്നവരെ സമയത്ത് നോക്കുവാണെങ്കിൽ എബോവ് ആവറേജ് ഡിഫിക്കൽട്ട് ആയിരുന്നു, അങ്ങനെ പറയാൻ പറ്റും കേട്ടോ. കാരണം ആവശ്യമില്ലാത്ത ഒത്തിരി സ്റ്റേറ്റ്മെന്റ്സും അതിൽ ഡിഫിക്കൽട്ടിയും കൂടിയിട്ടുണ്ട്. ഒരു 10th പ്രിലിംസിന് ഉപരിയായിട്ട് ചോദ്യങ്ങൾ ഇതിൽ വന്നിട്ടുണ്ടെന്നുള്ളത് ഞാൻ ആഞ്ഞടിച്ച് പറയുകയാണ്. പക്ഷെ ഒത്തിരി ക്വസ്റ്റ്യൻസ് നമ്മുടെ ഫെമിലിയർ ആണ്. അപ്പം 24 ഒക്ടോബറിൽ ആരംഭിച്ചു, 39 പത്രം നിരോധിച്ചു. ഇതൊക്കെ ഇവിടുന്ന് പഠിച്ചോണ്ട് അടുത്ത ഫേസിൽ ഇതിന്റെ റിലേറ്റഡ് വരും. കോഴിക്കോടായിരുന്നു ഓഫീസാണ്. അപ്പൊ 1, 2, 3 ആണ് ഇത് ശരിയായിട്ടുള്ളത്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ തെറ്റായിട്ടുള്ള ജോഡി കണ്ടെത്തുക. ഈ കൂട്ടത്തില് ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ളത്. അടുത്തത്, വൈകുണ്ഠസ്വാമികളുമായി സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയായിട്ടുള്ളത് ഏതെല്ലാമാണ്? 1908 ജനിച്ചു എന്ന് പറഞ്ഞാൽ ശരിയാവുമോ? കാരണം ചാനാർ ലഹള 1859 ഉത്തരം തിരുനാൾ അനുമതി കൊടുത്തു മാറുമറയ്ക്കാൻ. ആ സമയത്ത് പോലും വൈകുണ്ഠസ്വാമികള് ജീവിച്ചിരിപ്പില്ല, മരിച്ചുപോയി. 1851 മരിച്ചു. അപ്പൊ ഈ 1 തെറ്റാണ്. അപ്പൊ 1 ക്യാൻസൽ ചെയ്യുവാണെങ്കിൽ എല്ലാം ശരി എന്നുള്ള 1, 2, 3, 4. അപ്പൊ ഈ 2 ഓപ്ഷൻസ് പോയി കിട്ടും. ബാക്കി ഇത് 3 നമുക്ക് അറിയാം, സിമ്പിൾ ആണ്. ഇതാണ് ഉത്തരം. ഇനി വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കുറിച്യ കലാപം 1812 അല്ലെ? ബ്രിട്ടീഷുകാരെ അടിച്ചമർത്താൻ രാമൻ നമ്പിയാണ് നിയോഗിച്ചത്? അല്ലല്ലോ. അതുപോലെ പാലത്തച്ഛൻ ഇതിന്റെ അകത്ത് ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പൊ 1, 4 ആണ് ഇത് ശരിയായിട്ട് വരുന്നത്. അതൊക്കെ അല്ലേ ശരിയായിട്ട് വരുന്നത്. പക്ഷെ ചോദ്യം എന്തായിരുന്നു? തെറ്റായ പ്രസ്താവനയായിരുന്നു. ഇങ്ങനത്തെ മിസ്റ്റേക്ക് ആർക്കെങ്കിലും പറ്റിയോ? ഇപ്പൊ ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചേട്ടോ, ഇല്ല മാർക്ക് ചെയ്ത് പോയേനെ. ഇതിന്റെ തെറ്റായിട്ടുള്ളത് ഏതൊക്കെയാ? 2, 3 ആണ് അപ്പൊ വരുന്നത്. 2, 3 ആണ് കേട്ടോ. 2, 3 ഓപ്ഷൻ സി ആണ് അപ്പൊ വരുന്നത്. ഇനി അടുത്ത് താഴെ കൊടുത്തിട്ടുള്ള സംഭവങ്ങളിൽ ശരിയായിട്ടുള്ള കാലഗണനക്രമം ഏതാണ്? നമുക്കറിയാം, മലബാർ കലാപം 21, ക്ഷേത്രപ്രവേശ വിളംബരം 32. ഇത് തന്നെ നോക്കുമ്പോഴേ അറിയാം 2, 3 വരും. 2, 3 വരുന്ന ഓർഡർ ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് നമുക്ക് മാർക്ക് ചെയ്തിട്ട് പെട്ടെന്ന് അതിന്റെ അടുത്ത വഴിയിലേക്ക് നമുക്ക് പോകാൻ പറ്റും, ഇല്ലേ? ഇനി അടുത്ത്, കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? ഇത് 18ാമത്തെ മെട്രോ എന്ന് പറഞ്ഞിട്ടുള്ളത് തെറ്റ്. ബാക്കി 3 ശരിയാണ്. ഓക്കെ, അപ്പൊ 1, 2, 3 വരുന്നതാണ് ശരിയായിട്ടുള്ളത്. ഇത് സി. ഓക്കെ, അടുത്തത് 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് താഴെ തന്നിട്ടുള്ള പ്രസ്താവനയിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ്. നിങ്ങൾ തെറ്റിതി വായിച്ചു കൂട്ടണ്ട. നമുക്ക് അടുത്ത എക്സാമിന് വേണ്ടിയുള്ളവരാണെങ്കിൽ ആ ഒരു രീതിയിൽ പഠിക്കാം. പിന്നെ നിലവിലുള്ളവർ കീ നോക്കിക്കോ. താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും ISROയുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന. ISRO സ്ഥാപിച്ചത് 1998 അല്ല, 1969 ആ സമയത്തല്ലേ മലപ്പുറം പിന്നെ താരാപൂരാണോ നിലയൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പം 1 തെറ്റാകുമ്പോൾ 1 ക്യാൻസൽ ചെയ്യാം. അങ്ങനെ 2 ഓപ്ഷൻസ് പോയി അല്ലെ? ആ സ്ഥാനം കൽക്കട്ട അല്ല, ആണോ? ബാംഗ്ലൂരാണ്. അപ്പൊ 2 ഉള്ളതും തെറ്റാണ്. അപ്പൊ ഇത് മാത്രമേ വരത്തുള്ളൂ. 3, 4 ഒന്ന് വായിച്ചു നോക്കാം. നിങ്ങൾ വായിച്ചോ കേട്ടോ. ജൂൺ മാസം തുടങ്ങി സെപ്റ്റംബർ വരെ നമ്മളിത് പറയത്തില്ല, കാര്യമായ മഴയുള്ള സമയം, കാര്യങ്ങൾ, ഇതൊക്കെ നമ്മുടെ ക്വസ്റ്റ്യൻസ് കേട്ടോ. ആദ്യമായിട്ട് വരുന്നവരൊക്കെ ഉണ്ട്, നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോ. ഡിസ്കഷൻ ഉണ്ട്, PDF ഉണ്ട്, ഡെയിലി ക്വിസ് ഉണ്ട്. ഇതുപോലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒത്തിരി ഫെമിലിയർ ആയിട്ടും കിട്ടും. ഇനി അവശിഷ്ട പർവ്വതങ്ങൾ എന്ന് പറയും, റെസിഡ്യൂൽ പർവ്വതമാണ്. അത് ആരവല്ലിയാണ്. ഓക്കെ, ശരി. അത് ഏറ്റവും പഴക്കം തിന്നിട്ടുള്ള അത് ആരവല്ലി തന്നെയാണ്. ഇനി കൽക്കരിയുടെ ഉന്നതമായിട്ടുള്ള വകഭേദം ഏത്? ഇത് നമ്മൾ എല്ലാം പറഞ്ഞതല്ലേ, ആണോ? പീറ്റ, ലിഗ്നൈറ്റ്, ബിറ്റുമിനസ്, ആന്ത്രാസൈറ്റ്. ആന്ത്രാസൈറ്റിലാണ് ഏറ്റവും കൂടുതൽ അല്ലെ? ആന്ത്രാസൈറ്റ് ആണ്. പിന്നെ ഈ ആന്ത്രാസൈറ്റ് പറയുമ്പോഴേ ഒരു കാര്യം കൂടെ ഓർക്കണേ. എന്തായിരുന്നു? ലിഗ്നൈറ്റ് എവിടെ കൂടുതൽ എന്നുള്ളത് PS റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വരും നെയ്വേലി. അപ്പൊ ഈ ഭാഗത്തുനിന്ന് തന്നെ വന്നല്ലോ അല്ലെ? അടുത്ത് നോക്കിക്കേ, മേൽക്കൂര മഴവെള്ള ശേഖരണ നിയമം നിർബന്ധമാക്കിയിട്ടുള്ള ആദ്യ സംസ്ഥാനം തമിഴ്നാടാണ്. കേബിൾ ലാം ജാവോ മണിപ്പൂരാണ് കേട്ടോ. ജാവോ മണിയില്ല, പൈസ ഇല്ല, ജാവോ ഇങ്ങനെ ഓർത്ത് വെച്ചോണേ. ഇനി നഗര ഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനം എവിടെയാണ്?
ഇതൊന്ന് ഞാനൊന്ന് നോക്കിയിട്ടിട്ട് തരാവേ. ഞാനിത് നോക്കിയപ്പം വഡോദരയാണ് കൂടുതൽ വന്നിട്ടുണ്ടെങ്കിലും അത് ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. അഹമ്മദാബാദിന് ഭയങ്കര ചാൻസ് കൂടുതലാണ്. ഓക്കെ, ശരി. അടുത്തത് മെക്സിക്കോയിലെ വെട്ടി ചുട്ട് കൃഷി ചെയ്യുന്നതിന് പേരെന്താ? മിൽപ്പയാണ്. ഓക്കെ, ചിപ്കോ പ്രസ്ഥാനം എന്തുമായിട്ട് ചേർത്ത് വായിക്കാം നമുക്ക് ഈ കൂട്ടത്തിൽ? ഏതാ? ഇതില് പലതെണ്ണം വരുന്നുണ്ട്. ശരിയാണ്, വെസ്റ്റേൺ ഗാർഡ്സിലുമായി ബന്ധപ്പെട്ടും ഈ ചിപ്കോ മൂവ്മെന്റ് നടന്നിട്ടൊക്കെ ഉണ്ടെങ്കിലും ശരിയായിട്ടുള്ളത് ഇതാണ്. എന്താണ്? വനസമ്പത്ത് നശീകരണം തടയുന്നതാണ്. ഓക്കെ അല്ലെ? ക്രിസ്റ്റലൈൻ എന്ന് കേട്ട് ഞെട്ടണ്ട. കായാന്തര ശിലകളിൽ നിന്നും ഉണ്ടാകുന്ന മണ്ണിനം ഈ കൂട്ടത്തിൽ ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് കായാന്തര ശിലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണിനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാറ്ററൈറ്റ് സോയിലാണ്. ലാറ്ററൈറ്റ് സോയിലാണ്. ഈ മണ്ണിൽ നിന്നും ചോദ്യം ഉണ്ടാവും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ കേബിൾ, പിന്നെ ഇലക്ട്രോണിക്സ് എക്സെട്ര എക്സെട്ര ഇതൊക്കെ സ്കിപ്പ് ചെയ്തു. ചെമ്പ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് എവിടെയാണ്? എവിടാ? മധ്യപ്രദേശാണ്. ഓക്കെ, അപ്പൊ മധ്യപ്രദേശാണ്. ഇത് നമ്മൾ വിത്ത് കോഡ് പറഞ്ഞിട്ടുള്ളതാണ് ഈ ചെമ്പിന്റെ ഒക്കെ. നോക്കിക്കോ, അടുത്തത് ജ്ഞാനപീഠം പുരസ്കാരം ലഭിക്കാത്ത മലയാളി ഈ കൂട്ടത്തിൽ ആരാണ്? ഇത് ലാസ്റ്റ് റെഫർ ചെയ്തിട്ട് ഇടാമേ. നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ ചെയ്തോ. ഞാൻ ഇനി എന്തെങ്കിലും മിസ്റ്റേക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലോ സപ്പോസ് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലോ ഞാൻ ലാസ്റ്റിൽ ആഡ് ചെയ്ത് തരാം. ഇനി ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ടുള്ള കമ്മീഷൻ ഈ കൂട്ടത്തിൽ ഏതാണ്? ഏതാ? നമുക്ക് നോക്കിയാലോ. രാധാകൃഷ്ണൻ കമ്മീഷൻ ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുള്ളത്, അതുകൊണ്ട് ഇനി ഒന്നും പറയുന്നില്ല. കോത്താരി കമ്മീഷൻ ഉണ്ട്. 1, 3 ഈ കൂട്ടത്തില് ശരിയാണ്. ഓക്കെ അല്ലേ? നോക്കി, സുബ്രഹ്മണ്യൻ നമ്പൂതിരിയാണ് ഇതിന്റെ ആൻസർ കേട്ടോ. ഇനി 57 കേരള സർവകലാശാലയായി മാറിയിട്ടുള്ളത് ഈ തിരുവിതാംകൂർ സർവകലാശാലയല്ലേ? അതിന്റെ നമ്മൾ വിത്ത് കോഡ് പറഞ്ഞതല്ലേ? ഇനി അടുത്ത് നോക്കിക്കേ, ഡു ഓർ ഡൈ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്തുമായി ബന്ധപ്പെട്ട? ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടുള്ളതാ ആണോ? അതും റിപ്പീറ്റഡ് അല്ലേ? ഭയങ്കര റിപ്പീറ്റഡ് ആണ്. താഴെ പറയുന്നതിൽ എവിടെയാണ് ഡെൻമാർക്കിന്റെ ആധിപത്യം ഉണ്ടായിരുന്നത്? എവിടെയാണ്? ഇപ്പൊ ഇതിൽ പോണ്ടിച്ചേരി നമുക്കറിയാം ഫ്രഞ്ചുകാരായിരുന്നു, ഗോവയാണെങ്കിൽ പോർച്ചുഗീസുകാരുമായിരുന്നു അല്ലെ? അപ്പോഴേ 2 ഓപ്ഷൻസ് നമുക്ക് ഇവിടെ പോയി കിട്ടുക. അപ്പം ഇത് നോക്കിക്കോണേ, ഫ്രാൻകിബാർ ആണ്. ഓക്കെ അല്ലേ? ഫ്രാൻകിബാർ ആണ്. പിന്നെ താഴെ തന്നിട്ടുള്ള സംഭവങ്ങളിൽ തെറ്റായിട്ടുള്ളത് ഏതാ? കുണ്ട്ര വിളംബരം, വേലുത്തമ്പി ദളവ, ആറ്റിങ്ങൽ കലാപം, ഇത് തന്നെ കേരളത്തിലെ അയച്ച സംഘടിത കലാപം. കുറിച്യ കലാപമാണ് തെറ്റ്. 1812 രാമൻ നമ്പി. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ടല്ലോ. താഴെ പറയുന്നവയിൽ കൃതികളിൽ ശ്രീനാരായണ ഗുരുവിന്റേത് അല്ലാത്തത് ഏതാ? വേദാധികാര നിരൂപണം നമ്മൾ ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത് അല്ലെ? ആന്നു. ബാക്കി ദൈവദശകം, നവമഞ്ചരി ചട്ടമ്പിസ്വാമികൾക്ക് വേണ്ടി സമർപ്പിച്ചു, ദർശനമാലയൊക്കെ ആണല്ലോ. ശരി. നവംബർ 11 ഇതൊക്കെ നമ്മുടെ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഫുള്ള് പോട്ടെ, ഓൾമോസ്റ്റ് ഒത്തിരി സാധനങ്ങൾ ഇതിന്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലേ? ഇനി നവംബർ 11 മൗലാന അബുൽ കലാം ആസാദാണ്. അതും റെഡി അല്ലേ? ശരി. അടുത്തത് ധേ ഭാഗ് ബംഗാള് എന്ന് അതേപോലെ നമ്മൾ പറഞ്ഞു, അതേപോലെ വന്നിട്ടുണ്ട്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാ റാം മോഹൻ റോയുമാണ്. ഓക്കെ, അവിടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചിട്ടുള്ള ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാ? 93 പ്രൊട്ടക്ഷൻ ഓഫ് 93 ആദ്യ ചെയർപേഴ്സൺ രംഗനാഥ് മിശ്ര. 93 ഒക്ടോബർ 12 വന്നു നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ? അപ്പം ബാക്കിയുള്ളതൊക്കെ കറക്റ്റ് ആണോ? അപ്പം ഈ 3 തെറ്റായതുകൊണ്ട് 3 ക്യാൻസൽ ചെയ്യാവേ. ഇത്രയും പോയി, അപ്പോഴേ എലിമിനേറ്റഡ് ആയല്ലോ അല്ലെ? കാരണം അത് ക്ലാസ്സിൽ പറഞ്ഞത്, അതായത് ബേസിക് നോളജ് ആണ്, ഇതൊക്കെ ബേസിക് ആണ് ഇത് കേട്ടോ. പിന്നെ അടുത്തത് 2024 കേരളപ്രഭ പുരസ്കാരത്തിന് അർഹരായവർ ആരൊക്കെയാണ്? എസ് സോമനാഥും ഭുവനേശ്വരിയുമാണ്. ഇനി കുറിച്യ ലഹളയുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന ഏതൊക്കെയാ? 1812 കുറിച്യ ലഹള, വയനാട് ജില്ലയിലെ കുറിച്യല്, കുംഭാര, ഇവരൊക്കെ തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഭാഗത്തിലുള്ളവർ. അതുകൊണ്ട് ഇത് തെറ്റാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും പോയി. അപ്പൊ ഓപ്ഷൻ സി വരും, എലിമിനേറ്റ് ചെയ്ത് കിട്ടും. ഇനി കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക സുഗിണ ബോധിനിയാണ് കേട്ടോ. മാസിക വായിച്ചിരിക്കുന്ന നല്ല സുഖമാണെന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളവയില് ശരിയായിട്ടുള്ളത് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പിന്നെ പറഞ്ഞു തരാം. ഇപ്പൊ സ്പീഡ് വായിച്ചു വിടുന്നതേ ഉള്ളൂ. കറക്റ്റ് ആയിട്ടുള്ളത് 1950 നിലവിൽ വന്നു അല്ലെ? പരാമർശിച്ചിട്ടില്ല ഈ കൂട്ടത്തില് വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകളെ കുറിച്ച് പരാമർശിച്ചിട്ടില്ലായിരുന്നു.
ഓക്കെ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എപ്പോഴും ആഡ് ചെയ്തിട്ടുള്ള 42ാം ഭേദഗതിയിലാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? അപ്പൊ പിന്നെ അത് ശരിയല്ലേ? ഇനി സർക്കാരി കമ്മീഷനാണോ? അല്ല, ശരൺ സിംഗ് കമ്മിറ്റി ആയിരുന്നു. 76-ലെ 42ാം ഭേദഗതിയിലല്ലേ 10 കൂട്ടിച്ചേർത്തത്. പിന്നെ 86ാം ഭേദഗതിയിലാണ് 11ാമത്തെ കൂട്ടിച്ചേർത്തത്. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാ. ഓക്കെ, പിന്നെ ദേശീയ ഗീതമായിട്ടുള്ള നമ്മുടെ ദേശീയ ഗീതം വന്ദേ മാതരം താഴെ തന്നിട്ടുള്ളവയിൽ ശരിയായിട്ടുള്ളവ എന്താണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് എഴുതിയത് അല്ലെ? ഹിന്ദി ഭാഷയിലാണോ ഇത് രചിക്കപ്പെട്ടിട്ടുള്ളത്? ഇത് സംസ്കൃതത്തിലാണ് കേട്ടോ, സാൻസ്ക്രിറ്റിലാണ്. എന്നാൽ നമ്മുടെ ജനഗണമനയാണെങ്കിൽ ബംഗാളി ഭാഷയിലാണ് രചിക്കപ്പെട്ടതെങ്കിലും അക്സെപ്റ്റ് ചെയ്ത് ഹിന്ദി ഭാഷയിലാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ? ഇനി വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുക്കളിൽ ശരിയായിട്ടുള്ളവ ഏതൊക്കെയാണ്? നിങ്ങൾക്ക് ഇത് എത്ര മാർക്ക് കിട്ടി ഇതെല്ലാം പറയണേ. പിന്നെ ഈ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇത് പ്രിലിംസ് ലെവലിന് മുകളിലാണെന്ന് ഞാൻ പറയും, അതിലൊരു മാറ്റവും ഇല്ല, വേറെ ഒന്നുമില്ല ഇത് പറയാൻ കേട്ടോ. ശരി, ഇത് നോക്കി. വിവരാവകാശ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് രാജസ്ഥാനിലാണ് അല്ലെ? മസ്തൂർ കിസാൻ ശക്തി സംഘടനയാണ്. 2005 ഒക്ടോബർ 12 ഇത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാണോ? എല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. ഇനി 2024 ഉപതെരഞ്ഞെടുപ്പ് നടന്ന നിയമസഭാ മണ്ഡലങ്ങൾ ഏതൊക്കെയാ? പാലക്കാടും ചേലക്കരയുമാണ്. ഇനി ഭരണഘടനയിൽ 25 മുതൽ 28 വരെയുള്ള മതസ്വാതന്ത്ര്യമാണ് നമ്മൾ പറഞ്ഞില്ലേ? ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള അവകാശമുണ്ട്. പിന്നെ അതേപോലെ മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും പിന്നെ സ്വത്തുക്കൾ ആർജിക്കാനുമുള്ള അവകാശമുണ്ട്. ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലും ധനസഹായത്തിലും പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം നടത്തുന്നത് നിരോധിക്കുന്നു. ശരിയല്ലേ? ഗവൺമെന്റ് സ്കൂളുകളിൽ ഏതെങ്കിലും മതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് പ്രാർത്ഥനയാക്കി വെക്കാൻ പറ്റുമോ? ഇല്ല. എന്നാൽ പ്രത്യേകിച്ച് മതപരമായിട്ടുള്ള മാനേജ്മെന്റ് നടത്തുന്ന സ്കൂളുകളുണ്ടല്ലോ. ഞാൻ ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ രാവിലെ ഞങ്ങൾ എന്താ പറയുക, അങ്ങനത്തെ പ്രാർത്ഥനകളുമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് പ്രൈവറ്റിലേ പറ്റൂ, ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ പറ്റത്തില്ല. അത് 28A പറയുന്നുണ്ട്. 28ന്റെ സബ് ക്ലോസിൽ A പറയുന്നുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പം ഈ കൂട്ടത്തില് 4 റെഡി. കാരണം എന്താ അറിയാം, ഇത് ആർട്ടിക്കിൾ 29, 30 വരുന്നത്, അതുകൊണ്ടാണ് ഇത് ഒഴിവായത്. അതുകൊണ്ട് ഇവിടെ വേണ്ട ന്യൂനപക്ഷങ്ങൾക്ക് എന്ന് തന്നിട്ടുള്ളത് കണ്ടല്ലോ, ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ 29, 30 കൊടുത്തിട്ടുള്ളത്. ബാക്കി 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ബ്രിക്സ് സമ്മേളനം നടന്നത് എവിടെയാണ്? ബ്രിക്സ് സമ്മേളനം നടന്നിട്ടുള്ളത് റഷ്യയാണ് അല്ലെ? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുതി പദ്ധതി നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ് പള്ളിവാസലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാ? കായന്ത്രശില പൊടിഞ്ഞുണ്ടായതാണെന്ന് ഓർത്താൽ മതി. കായന്ത്രശിലയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത്. ലാറ്ററൈറ്റ് മണ്ണാണ്, അതായത് ചെങ്കൽ മണ്ണെന്ന് പറയും കേട്ടോ. ചെങ്കൽ മണ്ണെന്നാണ് അതിന് പറയുന്നത്. കേരളത്തിലെ ആകെയുള്ള ലോക്സഭാ സീറ്റുകളുടെ എണ്ണം എത്ര? 20. പിന്നെ കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി ആരാ? അത് റോഷി അഗസ്റ്റിൻ ആണ്. പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് 41, കിഴക്കോട്ട് 3. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പാലക്കാട് അല്ലെ? ലൈവിൽ നടത്തണമെന്നായിരുന്നു ആഗ്രഹം. നമ്മുടെ ലൈവ് ക്ലാസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ കമന്റ് ചെയ്യണേ. സോറി, വയനാടാണ് കേട്ടോ. ചെക്ക് ചെയ്തത് നന്നായി. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല എന്ന് പറയുന്നത് വയനാടാണ്. ഓക്കെ. ഇനി 56-ൽ കേരളം രൂപീകരിച്ചപ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു? എത്ര ജില്ലകളാണ് ഉണ്ടായിരുന്നത്? 5 എണ്ണമായിരുന്നു ഉണ്ടായിരുന്നത്. കേരള നവോത്ഥാനത്തിന് വഴിത്തിരിവായിട്ടുള്ള അരിപ്പുറം പ്രതിഷ്ഠ നമ്മൾ ഇന്നലെ പഠിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെതാണ് അല്ലെ? ഇനി റെഡ് ഡേറ്റ ബുക്ക്, ഇത് നമ്മൾ പറഞ്ഞതാണ്. അതേപോലെ വന്ന് പറമ്പിക്കുളത്താണ്. ആത്മവിദ്യാസംഘം, ആത്മസുഖം കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല വാക്കുകൾ വേണം നമ്മൾ പറഞ്ഞു. വാഗ്ബടാനന്ദൻ 1917, ഇതും നമ്മൾ പറഞ്ഞതാണ് അല്ലെ? ഒത്തിരി സാധനങ്ങൾ കിട്ടിയില്ലേ? ഇനി 1817 റാണി ഗൗരി പാർവതിഭായ്, അതുമായി ബന്ധപ്പെട്ട് പാർവതി പി പ്രാഥമിക വിദ്യാഭ്യാസം ആണല്ലോ. യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാട് 1908 അല്ലെ? ആദ്യത്തെ റെയിൽ പാത കേരളത്തില് 1861 ആണോ? ഇനി പയ്യന്നൂര് സമ്മേളനത്തില് അധ്യക്ഷനാരായിരുന്നു? ഗാന്ധിജി 1928. സോറി, ഇത് നെഹ്റു ആണേ, മാർക്ക് ചെയ്ത കേട്ടോ. നെഹ്റു ആണ് 1928. നമ്മുടെ മാരത്തോണിൽ അതേപോലെ നമ്മൾ 28 നെഹ്റു എന്ന് പറഞ്ഞതാ ആണോ? 1809 കുണ്ട്ര വിളംബരം ആരായിരുന്നു? വേലുത്തമ്പി ദളവയാണ്. റിപ്പീറ്റഡ് ആയിട്ട് നമ്മളത് പറഞ്ഞതാ. ഇനി അടുത്തത് 1859 ജെയിംസ് ദാര കയർ ഫാക്ടറി സ്ഥാപിച്ചു. ദാരാസ് മെയിൽ എന്നായിരുന്നു പേര് അല്ലെ? അത് ആലപ്പുഴയിലാണ്. തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത് ഈ കൂട്ടത്തില് കീഴരിയൂർ ബോംബ് കേസ്. കാരണം ഇത്
1942 ബേസ് ചെയ്തിട്ടാണുള്ളത്. ഓക്കെ, 1942 ഇന്ത്യൻ സ്വാതന്ത്ര്യ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട, ബാക്കി നിവർത്തന പ്രക്ഷോഭമായാലും പുന്നപ്ര വയലാർ സമരമായാലും മലയാളി മെമ്മോറിയൽ ആയാലും കേരളവുമായി ബന്ധപ്പെട്ട, തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ടതാണ്. അടുത്തത് വൈക്കം സത്യാഗ്രഹം നേതൃത്വം നൽകിയത് ആരാ? ടി.കെ. മാധവന്. 1920 മട്ടാഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയം ഈ കൂട്ടത്തില് ഭരണപരിഷ്കാരമുണ്ട്, കൂടിയായ്മ പ്രശ്നമുണ്ട്, ജനസംഖ്യാനുപാത സംവരണമാണ് ഈ കൂട്ടത്തിൽ ഉൾപ്പെടാത്ത വിഷയം. ഇനി മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു ആരാണ്? നിഘണ്ടുവിന്റെ കാര്യം ഓർമ്മയുണ്ടല്ലോ എല്ലാം അല്ലെ? നിഘണ്ടു പാതിരാത്രിയിലാണോ നോക്കുന്നതെന്ന് പറഞ്ഞാൽ പാതിരി വെച്ച് നമ്മൾ കണക്ട് ചെയ്തു അല്ലെ? വൃക്കയിലെ രക്തം കൊണ്ടുവരുന്ന കുഴൽ ഏതാണ്? ഏതാ? വൃക്കാധമനിയാണ് കേട്ടോ, അത് വൃക്കാധമനിയാണ്. ശരി, അടുത്തത് നേത്രവൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന കണ്ടെത്തുക. കണ്ണിന്റെ ലെൻസിന്റെ ഇലാസ്തികത, അതായത് ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുന്നു. അപ്പൊ നമുക്കിങ്ങനെ നമ്മുടെ ഈ ലെൻസ് അടയുകയും തുറക്കുകയും ചെയ്തില്ല ലൈറ്റിന്റെ ഇത് പ്രകാരം അല്ലെ? അത് പ്രസ് ബയോപ്പിയാണ്, അതുകൊണ്ട് ഇത് തെറ്റാണ്. വിറ്റാമിൻ ബിയുടെ കുറവ് മൂലമാണോ? അല്ലല്ലോ. ഇനി കണ്ണിന് മർദ്ദം, ഇത് അതേപോലെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഗ്ലൂക്കോമ, ലെൻസിന്റെ അതാര്യത അല്ലെങ്കിൽ ട്രാൻസ്പെറൻസി നഷ്ടപ്പെടുന്നു, അത് തിമിരമാണ്. അപ്പൊ ഈ കൂട്ടത്തില് ശരിയാണോ ചോദിച്ചിട്ടുള്ളത്? ശരിയാ ചോദിച്ചിട്ടുള്ളത്. അതായത് 3ഉം 4ഉം വരും അല്ലെ? 3ഉം 4ഉം വരും. അടുത്തത് ജീവമണ്ഡലത്തിലെ ജൈവ സമ്പന്നത സൂചിപ്പിക്കുന്ന ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായിട്ട് ആരായിരുന്നു? റോസർ ആണ് അല്ലെ? വാൾട്ടർ ജി റോസർ ആണ്. ഓക്കെ, ജൈവ വൈവിധ്യം, ജീവന് കേട്ടോ, ജീവനുള്ള റോസ് അങ്ങനെ ഓർത്താൽ മതി. ജൈവ വൈവിധ്യം, ജീവനുള്ള റോസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ തെറ്റാണ് കേട്ടോ. അങ്ങനെയൊക്കെ ഇത് ഓർത്ത് വെക്കാൻ പറ്റും. പിന്നീട് ഇത് ഓപ്ഷനിൽ കാണുമ്പോൾ നമുക്ക് എഴുതിയാൽ മതിയല്ലോ, മതി. അല്ലാതെ നമുക്കിത് എന്നും ഓർത്ത് വെച്ചുകൊണ്ട് നടക്കേണ്ട കാര്യം ഇല്ല. അടുത്ത് നോക്കാം. നമ്മുടെ ഗ്രൂപ്പിൽ ഇല്ലാത്തവരുണ്ട്, ജോയിൻ ചെയ്യണം. ആദ്യമായിട്ടൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്താൽ മതി. പിന്നെ ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്തോ. അടുത്ത് നോക്കിക്കേ, അമ്മയുടേതും ഗർഭസ്ഥ ശിശുവിന്റെയും രക്തം കൂടി കലരാതിരിക്കാൻ വേണ്ടി പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ആ ഭാഗം ഏതാണ്? പ്ലാസെന്റയാണ് അല്ലെ? അത് പ്ലാസെന്റയാണ്. ഇനി കോശ ശ്വസനവുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന കൂട്ടത്തിൽ ഏതാണ്? നിങ്ങൾ ഇതിന്റെ അകത്ത് തെറ്റായിട്ടുള്ളത് വായിച്ച് പഠിക്കേണ്ട, ആൻസർ കീ മാത്രം നോക്കിയിട്ട് ശരിയെന്ന് നോക്കിയിട്ട് റിലേറ്റഡ് പഠിക്കണം കേട്ടോ. റിലേറ്റഡ് പഠിച്ചാൽ മതി. ഇതിലെ ഓപ്ഷൻ ഡി ആണ്. വിട്രിയസ് ദ്രവം കണ്ണുമായി ബന്ധപ്പെട്ടത് അല്ലെ? വിട്രിയസ് ദ്രവം വിട്രിയസ് ഹ്യൂമർ എന്ന് പറയുന്നത് കണ്ണുമായി ബന്ധപ്പെട്ടതാണ്. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടി തരം കോശങ്ങൾ ചേർന്ന കലയുടെ പേര് എന്താണ്? എന്താ? സ്ക്ലീറൻകൈമ അല്ലെ? സ്ക്ലീറൻകൈമ തന്നെയാണ്. ഇനി ചെറുകുടലിനകത്ത് പോഷക ആകിരണത്തിനുള്ള ഫിംഗർ ലൈക്ക് സ്ട്രക്ചേഴ്സിന്റെ പേരാണ് വില്ലീസുകൾ കേട്ടോ. സർഫസ് ഏരിയ കൂട്ടാൻ വേണ്ടിയുള്ളതാണ് വില്ലീസുകൾ. ഇങ്ങനെ ഫിംഗർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്, ഇങ്ങനെ കിടക്കും. അതേപോലെ മുകളിൽ നിന്ന് ഇങ്ങനെ കിട്ടും കേട്ടോ, ഇങ്ങനെ കിടക്കും. ഇനി ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം ഏതാണ്? മൊനീറയാണ് അല്ലെ? അത് മൊനീറയാണ്. അടുത്ത ഭീമാകാരത്വം ജൈജാന്റിസം എന്നുമായി ബന്ധപ്പെട്ട സൊമാറ്റോട്രോഫിനാണ് അല്ലെ? സൊമാറ്റോട്രോഫിനാണ്. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ബാരോമീറ്റർ. ലാക്ടോ ഒക്കെ മിൽക്കാണ്, തെർമോ ഹീറ്റ് ആണ് അല്ലെ? അടുത്ത ചില പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട്. ഇവയിൽ ജെ തോംസണുമായി, അല്ല നമ്മൾ അതേപോലെ പറഞ്ഞതാ, പ്ലം പുഡിംഗ് മോഡൽ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടത്. അപ്പൊ ഈ ജെ തോംസണുമായി ബന്ധപ്പെടാത്ത പ്രസ്താവനയാണ് വേണ്ടത്. പ്ലം പുഡിംഗ് മോഡൽ നമ്മൾ പറഞ്ഞു, ജെ തോംസൺ. പിന്നെ ഇലക്ട്രോണിനെ കണ്ടെത്തി ഇല്ലേ? പെൻ RTC നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. ഓക്കെ, ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണം നടത്തി. ന്യൂട്രോണിനെ കണ്ടെത്തിയത് ആരായിരുന്നു? പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ. ന്യൂട്രോണിനെ കണ്ടെത്തിയത് മൂന്നാമത്തെ ആള് ചാഡ്വിക് ആണ് അല്ലെ? അപ്പൊ ഇദ്ദേഹം അല്ല, അതുകൊണ്ട് കൂട്ടത്തിൽ പെടാത്തത് ഇതല്ലേ. ഇനി ജനറേറ്ററിന്റെ പ്രവർത്തനം ചോദിക്കുവാണെങ്കിലോ, ജനറേറ്ററിന്റെ അകത്ത് നമ്മൾ ഡീസൽ ഒഴിക്കുന്നു, എന്നിട്ട് ഡീസലിന്റെ ആ ഒരു സംഭവങ്ങൾ വെച്ച് എന്ത് ചെയ്തു? മോട്ടർ കറങ്ങുന്നു. കത്തിച്ചിട്ട് മെക്കാനിക്കലായിട്ട് ആ മോട്ടർ കറങ്ങുമ്പോൾ വൈദ്യുതി ഉണ്ടാകുന്നു. അപ്പം യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. ഈ ന്യൂക്ലിയർ റിയാക്ടറിലെ ഇന്ധനം ഏതാ? തോറിയമാണ് അല്ലെ? ന്യൂക്ലിയറിലെ ഇത് തോറിയമാണ്. അടുത്തത് ലീച്ചിങ് ബോക്സൈറ്റുമായി ബന്ധപ്പെട്ടത് അലൂമിനിയം ആണ്. അതൊക്കെ അല്ലേ?
ബോക്സൈറ്റുമായി ബന്ധപ്പെട്ടതാണ്, അത് അലൂമിനിയവും ആണ്. ഇനി അടുത്തത് ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക് നമ്പറും ആറ്റങ്ങൾ ഏതായിരുന്നു? സെയിം മാസ് ആയിട്ടുള്ളവരൊക്കെ ഇങ്ങനെ ബാറുകളിലാണ് ഷൂട്ട് ചെയ്ത് കാണിച്ചുകൊണ്ടിരുന്നത് സിനിമയ്ക്കകത്ത്, മാസ് കാണിക്കാൻ വേണ്ടി ബാറിലൊക്കെ ആണ് അല്ലെ. ഇനി വസ്തുവിന് പ്രവേഗം ഇരട്ടിയാൽ ഗതികോർജം 4 മടങ്ങാകും അല്ലെ. കൂട്ടത്തിൽ പെടാത്തത് ഈ കൂട്ടത്തിൽ ഏതാ? പ്രവേഗം, ത്വരണം, വേഗം, സ്ഥാനാർത്ഥം. ഈ കൂട്ടത്തില് വേഗമാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് റബ്ബറിന്റെ മോണോമർ എന്താണ്? ഐസോപ്രീൻ ആണ്, റിപ്പീറ്റഡ് ആണ്. റേഡിയോ ആക്റ്റീവകത കണ്ടെത്തിയത് ആരാണ്? റേഡിയോ ഒക്കെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും വേണമെന്ന് പറഞ്ഞു തമ്മിൽ അടി ഉണ്ടാകും, ക്വാറൽ ഉണ്ടാകും. അങ്ങനെ ഇതില് ബെൻ ക്വാറല് നമുക്ക് ചുമ്മാ പറഞ്ഞു വെക്കാൻ പറ്റും കേട്ടോ. ബെൻ ക്വാറല് കുറച്ചു മുമ്പ് ജൈവ വൈവിധ്യം, റോസ്, ജലം, റോസ് ഒഴിക്കുന്നു എന്ന് കണക്ട് ചെയ്തതുപോലെ ഇത് നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റും കേട്ടോ. ഇനി അടുത്തത് ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ അല്ല ജസ്റ്റ് മാർക്ക് ചെയ്ത് തരത്തുള്ളൂ കേട്ടോ, കാരണം ഇതില് പ്രോമാക്സ് അൾട്ര അല്ല ഞാൻ. അപ്പോ മാർക്ക് ചെയ്തോ. 81 സി ആണ്, പിന്നെ 82 ബി ആണ്, 83 ബി ആണ്, 84 ഡി ആണ്, 85 ഡി ആണ്, 86 എ ആണ്, 87 ഡി, 88 സി, 89 ഡി, 90 സി, 91 എ, 92 ബി, 93 ഡി, 94 എ, 95 എ, 96 ബി, 97 സി, 98 എ, 99 ബി, 100 ആണെങ്കിൽ ബി. അപ്പൊ ഓക്കെ, നിങ്ങളുടെ മാർക്കുകൾ കമന്റ് ചെയ്യുക. പിന്നെ 5 ഫേസ് കൂടെ വന്നു കഴിയുമ്പോൾ ഓവറോൾ മാർക്കുകളും അല്ലെങ്കിൽ കട്ട് ഓഫുകളും പറയാൻ പറ്റത്തുള്ളൂ. ഓരോ തവണ മാറിക്കൊണ്ടിരിക്കും. എന്തായാലും ഈ സ്റ്റേജിന്റെ ഡിഫിക്കൽറ്റി ഔട്ട് ഓഫ് 5 നിങ്ങൾക്ക് എത്ര ഫീൽ ചെയ്തു എന്നുള്ളതും പറയാൻ മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.